കേരള കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘമഹോത്സവം അവസാനിച്ചു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത നിള ആരതിയോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന ആത്മീയോത്സവത്തിൽ വിദേശികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഒരു റിപ്പോർട്ട്. നിളയിൽ സാഗരം തീർത്ത് ജനങ്ങൾ. പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും കേരള കുംഭമേള ചരിത്രമായി. 270 വർഷങ്ങൾക്ക് ശേഷം ഭാരതപ്പുഴയുടെ തീരത്ത് പുനഃസൃഷ്ടിക്കപ്പെട്ട മഹാമാഘ മഹോത്സവത്തിലെ നിള ആരതി കാണാൻ ലക്ഷക്കണക്കിന് പേരാണെത്തിയത്. ഹരിദ്വാർ, ഋഷികേശ്, വാരണാസി എന്ന പോലെ തിരുനാവായയും. ജനുവരി 16 പിതൃബലിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 19 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഭഗവദ്ധ്വജമുയർത്തി. എല്ലാ ദിവസവും വിവിധ പൂജകളും നിളാസ്നാനവും നിള ആരതിയും നടന്നു. കേരളത്തിലെ മുഴുവൻ സന്യാസി മഠങ്ങളും മഹാമാഘ മഹോത്സവത്തിൽ പങ്കാളികളായി. നാഗസന്യാസികളും ത്രിമൂർത്തി സംഗമഭൂമിയിലെത്തി. 3 വർഷം കൊണ്ട് നമ്മൾ സങ്കല്പിച്ച വളർച്ച സജ്ജനങ്ങൾ 3 ദിവസം കൊണ്ട് ഏറ്റെടുത്തു. അത് കേരളത്തിൽ സനാതനധർമ്മത്തിൻ്റെ ശക്തി, ആ ശക്തി ഏറ്റവും വർദ്ധിച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി. തുടർന്നുള്ള വർഷങ്ങളിലും മഹാമാഘ മഹോത്സവം നടക്കും. 2028 പ്രയാഗ്രാജിലേതുപോലെ മഹാകുംഭമേളയായിരിക്കും സംഘടിപ്പിക്കുക. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.